ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടിക്കൽ ലാബിൽ ചെയ്യാനുള്ള അഞ്ചാമത്തെ പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു സെലക്ട് ജെൻഡർ യൂസിങ് റേഡിയോ ബട്ടൺ. റേഡിയോ ബട്ടൺ യൂസ് ചെയ്തിട്ട് ജെൻഡർ സെലക്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമൊക്കെ എക്ലിപ്സിലാണ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾസ് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ ഞാൻ പുതിയൊരു ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്, ഫയലിൽ ന്യൂ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്, ഇതിൽ ഞാൻ പേര് കൊടുക്കുന്നു, ജെൻഡർ എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് 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 ഫിനിഷ്. ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. ഹലോ വേൾഡ് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അത് ഒഴിവാക്കാം. ദെൻ ഇവിടെ നമുക്ക് വേണ്ടത് റേഡിയോ ബട്ടൺസ് ആണ്. അപ്പോൾ അതിന് റേഡിയോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, കണ്ടോ? റേഡിയോ ഗ്രൂപ്പ് ലെഫ്റ്റിൽ ഈ ഫോം വിഡ്ജറ്റിൽ ഈ റേഡിയോ ഗ്രൂപ്പ് നേരെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ ഇതിൽ 3 റേഡിയോ ബട്ടൺ ബൈ ഡീഫോൾട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് 2 മതി, കാരണം നമ്മൾ മെയിലും ഫീമെയിലും ആണ്, ജെൻഡർ മെയിലും ഫീമെയിലും ആണ് ജനറലി കൊടുക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, കോഡിൽ വന്നിട്ട് അത് നേരെ സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ച് ആ ഒരു റേഡിയോ ബട്ടൺ പോയിക്കോളും. ഇപ്പോൾ 2 റേഡിയോ ബട്ടൺ ആയി മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒന്നാമത്തെ റേഡിയോ ബട്ടൻ്റെ ടെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് മെയിൽ എന്നാണ്. മെയിൽ ഓർ ഫീമെയിൽ, നമ്മൾ ജെൻഡർ ആണല്ലോ പറയുന്നത്. മെയിൽ എന്ന് കൊടുത്തു. രണ്ടാമത്തെ റേഡിയോ ബട്ടൻ്റെ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നത് ഫീമെയിൽ എന്നാണ്. മെയില് ഫീമെയിൽ. ഓക്കെ. ദെൻ ഇവിടെ നിങ്ങൾ നോക്കുക, ആൻഡ്രോയിഡ് കോളൻ ചെക്ക്ഡ് ഈക്വൽ ടു ട്രൂ എന്നൊന്ന് കാണുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളിവിടെ കൺട്രോളും എസും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവും. ഗ്രാഫിക്കൽ ലേഔട്ടിലേക്ക് വന്നാൽ ഇവിടെ മെയിൽ ഫീമെയിൽ കാണാം. ഇവിടെ ഈ മെയിൽ കണ്ടോ സെലക്റ്റഡ് ആയി കിടക്കുന്നത്? അതാണ് ചെക്ക് ചെയ്ത് കിടക്കുകയാണ്. ഈ റേഡിയോ ബട്ടൺ ചെക്ക് ചെയ്ത് കിടക്കുകയാണ്. അത് അങ്ങനെയാണെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ചെക്ക്ഡ് ഈക്വൽ ടു ട്രൂ എന്ന് പറയുന്ന ഈ ലൈന് ബാക്ക് സ്പേസ് അടിച്ച് ഒഴിവാക്കി കൊടുത്താൽ അവിടെ സെലക്ഷൻ പോയിക്കോളും. അതായത് ബൈ ഡീഫോൾട്ട് ഉള്ള സെലക്ഷൻ എന്തായിക്കോളും, പോയിക്കോളും. ഇപ്പോൾ ആ ചെക്ക്ഡ് ട്രൂ എന്നുള്ള ഞാൻ ഒഴിവാക്കി. ഗ്രാഫിക്കൽ ലേഔട്ടിലേക്ക് വന്നപ്പോൾ കണ്ടോ രണ്ടും ഒരേപോലെ വന്നു. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല ആദ്യമുള്ള പോലെ ഏതെങ്കിലും ഒന്ന് ചെക്കായി കിടക്കുന്ന രീതിയിൽ ചെയ്യാം. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത്രയേ നമുക്ക് ഡിസൈനിൽ ചെയ്യാനുള്ളൂ. ഇതാണ് നമ്മുടെ UI എന്ന് പറയുന്നത്, യൂസർ ഇൻ്റർഫേസ്. ഇനി നമ്മൾ നേരെ SRC ജെൻഡർ എന്ന് പറയുന്ന പ്രോജക്റ്റിനുള്ളിൽ SRCൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ com.example.genderൽ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ എന്തുണ്ട്, 6 എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പ്രൊജക്റ്റിൽ ബിൽഡ് ഓൾ കൊടുത്താൽ എന്താവും, ആ ഒരു എറർ പോവും. ഇവിടെ നമ്മളൊരു റേഡിയോ ഗ്രൂപ്പ്, അപ്പോൾ ആദ്യം നമ്മൾ നേരെ ആ റേഡിയോ ഗ്രൂപ്പിനെ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. പ്രൈവറ്റ് റേഡിയോ ഗ്രൂപ്പ്, അതിൻ്റെ ഒരു വേരിയബിൾ റേഡിയോ ഗ്രൂപ്പ് സെമിക്കോളൻ. ഓക്കെ, റേഡിയോ ഗ്രൂപ്പിൻ്റെ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ സെറ്റ് കണ്ടന്റ് വ്യൂ എന്ന് പറയുന്ന ഈ ലൈൻ്റെ തൊട്ട് താഴെയായിട്ട് റേഡിയോ ഗ്രൂപ്പ് ഈക്വൽ ടു നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്ന പോലെ റേഡിയോ ഗ്രൂപ്പ്, ദെൻ ഫൈൻഡ് വ്യൂ ബൈ ID. ഇപ്പോൾ ഫൈൻഡ് കൺട്രോൾ സ്പേസ് കൊടുത്താൽ മതി. വ്യൂ ബൈ ID എന്ന് പറഞ്ഞ് വരും. ദെൻ r.id. റേഡിയോ ഗ്രൂപ്പ് 1, ഇതാണ് നമ്മുടെ റേഡിയോ ഗ്രൂപ്പിൻ്റെ ID. അത് ആ കോഡിലുണ്ടാവും, നമ്മുടെ XML കോഡിലുണ്ടാവും റേഡിയോ ഗ്രൂപ്പ് 1. ഓക്കെ, അതിനെ ഡിഫൈൻ ചെയ്തു. ഇനി അതിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺ ക്ലിക്ക് അല്ല, ഓൺ ചെക്കാണ്. അപ്പോൾ നമ്മൾ റേഡിയോ ഗ്രൂപ്പ് ഡോട്ട് സെറ്റ് ഓൺ ചെക്ക് ചേഞ്ച് ലിസണർ. ഇത് ശ്രദ്ധിക്കണേ, സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ അല്ല, സെറ്റ് ഓൺ ചെക്ക് ചേഞ്ച് ലിസണർ എന്ന് പറയുന്ന ഫങ്ഷൻ. അത് നമ്മൾ നേരെ എൻ്റർ അടിച്ച് കൊടുക്കുക. എന്നിട്ട് ന്യൂ എന്ന് കൊടുക്കുക. വീണ്ടും നമ്മൾ സ്പേസ് ഇട്ട് റേഡിയോ ഗ്രൂപ്പ്, എന്നിട്ടൊരു ഡോട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ വരും എന്ത്, റേഡിയോ ഗ്രൂപ്പ് ഡോട്ട് ഓൺ ചെക്ക് ചേഞ്ച് ലിസണർ വീണ്ടും വരും. അതിന് ട്രിഗർ ചെയ്ത് വരാനുള്ള ഫംഗ്ഷൻ വീണ്ടും വരും. അത് നമ്മൾ നേരെ എൻ്റർ അടിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ വീണ്ടും എന്ത് വന്നു, ഓൺ ചെക്ക് ചേഞ്ച്ഡ് ഒക്കെ വന്നു. ദെൻ ഇവിടെ ഈ എററുള്ളടുത്ത് സെമിക്കോളൻ കൊടുക്കാം. ദെൻ ഇവിടെ ഈ ആർക്ക് 0 എന്നുള്ളടുത്ത് നമ്മൾ ഗ്രൂപ്പ് എന്നാക്കുക. ദെൻ ആർക്ക് 1 എന്നുള്ളടുത്ത് ഇൻഡ് ചെക്ക്ഡ് ID. ആർക്ക് 1 എന്നുള്ളടുത്ത് നമ്മൾ എന്താക്കി മാറ്റാം, ചെക്ക്ഡ് ID. ഓക്കെ, ദെൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോഡ് എഴുതാൻ പോവുകയാണ്. അതായത് ചെക്ക്ഡ് ചേഞ്ച്ഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ ബട്ടണെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. റേഡിയോ ബട്ടൺ അപ്പോൾ നമുക്ക് അവിടെ ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം റേഡിയോ ബട്ടൺ തന്നെ കൊടുക്കുന്നു. റേഡിയോ ബട്ടൺ, അപ്പോൾ അവിടെ സ്മോൾ ലെറ്ററിലാണ് R കൊടുക്കുന്നത്, ശ്രദ്ധിക്കണേ. റേഡിയോ ബട്ടൺ ഈക്വൽ ടു റേഡിയോ ബട്ടൺ
റേഡിയോ ബട്ടൺ, then find view by id ആണ്. find view by id r.id. അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബട്ടൺ 1ഉം ബട്ടൺ 2 അല്ല അവിടെ നമ്മൾ കൊടുക്കുക. അവിടെ കാരണം പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഐ ഡി ഏതാണോ നമ്മൾ റേഡിയോ ഗ്രൂപ്പിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഈ r.id. എന്നുള്ളതിന് പകരം നമ്മളിവിടെ കൊടുക്കുന്നത് ശ്രദ്ധിക്കണേ, ചെക്ക്ഡ് ഐ ഡി എന്നാണ്. ചെക്ക്ഡ് ഐ ഡി, ചെക്ക്ഡ് ഐ ഡി. കാരണം നമ്മൾ ആ റേഡിയോ ഗ്രൂപ്പിൽ ചെക്ക് ചെയ്യുന്ന ഏതാണോ അതാണ് വരിക, ചെക്ക്ഡ് ഐ ഡി. ഓക്കെ, ദെൻ പുറത്ത് സെമി കോളൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്ത ജെൻഡർ എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനു വേണ്ടി സ്ട്രിങ് ഒരു വേരിയബിൾ സെലക്റ്റഡ്, സ്ട്രിങ് സെലക്റ്റഡ് ജെൻഡർ, സ്ട്രിങ് സെലക്റ്റഡ് ജെൻഡർ ഈക്വൽ ടു റേഡിയോ ബട്ടൺ ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്, ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് ടു സ്ട്രിങ് സെമിക്കോളൻ. അപ്പോൾ ആ റേഡിയോ ബട്ടണിലുള്ള ടെക്സ്റ്റ് അതിലേക്ക് കിട്ടുക എന്നുള്ളതാണ്. ദെൻ അതിനെ ഡിസ്പ്ലേ ചെയ്യണം. ആ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്, ഷോ ടോസ്റ്റ്. ഷോ ടോസ്റ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ സെലക്റ്റഡ് ജെൻഡർ, സെലക്റ്റഡ് ജെൻഡർ, എന്നിട്ട് ആ ഡബിൾ കോട്ടിൻ്റെ പുറത്ത്, അതായത് നമുക്ക് ആ ജെൻഡർ ഏതാണെന്നുള്ള വരണം, അതൊരു പ്ലസ് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുകയാണ് എന്ത്, സെലക്റ്റഡ് ജെൻഡർ. സെലക്റ്റഡ് ജെൻഡർ ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ തൊട്ട മുകളിൽ, സ്ട്രിങ് സെലക്റ്റഡ് ജെൻഡർ, അതിലേക്കാണല്ലോ ടെക്സ്റ്റ് കിട്ടുന്നത്. അതിനെ നമ്മൾ നേരെ ഡിസ്പ്ലേ ചെയ്യുന്നു. അതിന് വേണ്ടി നമ്മൾ ഷോ ടോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഇവിടെ ഈ ഷോ ടോസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു, പക്ഷേ അതിനെ നമ്മൾ എന്താക്കിയില്ല, ഡിഫൈൻ ചെയ്തില്ല. പിന്നെ നമ്മൾ അടുത്ത പണി എന്താണ്, ആ ഷോ ടോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇത് ആവശ്യമില്ല, ഈ ഓവർ റൈഡ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെനു ഇൻഫ്ലേറ്ററിൻ്റെ ഇത് ഒഴിവാക്കി കൊടുത്തു. ദെൻ ഇവിടെ നമ്മൾ ഷോ ടോസ്റ്റ് ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. അതാണ് ഇവിടെ എറർ കാണിക്കുന്നത്. അപ്പോൾ അത് പ്രൈവറ്റ് വോയിഡ് ഷോ ടോസ്റ്റ്, ഷോ ടോസ്റ്റ്. എന്നിട്ട് അതിന് നമ്മൾ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത് സ്ട്രിങ് മെസ്സേജ്. ആ മെസ്സേജ് ആണ് നമുക്കിവിടെ എന്താക്കാനുള്ളത്, ടോസ്റ്റ് ചെയ്യാനുള്ളത്. ദെൻ പുറത്ത് നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ക്ലോസ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ്, നേരെ ടോസ്റ്റ് ചെയ്യാനുള്ള മെസ്സേജ് ആണ് ടോസ്റ്റ് ഡോട്ട് മെയ്ക്ക്, ടോസ്റ്റ് ഡോട്ട് മെയ്ക്ക് ടെക്സ്റ്റ്, മെയ്ക്ക് ടെക്സ്റ്റ്. എന്നിട്ട് നമ്മൾ എന്താണ് സാധാരണ ഹലോ വേൾഡിലൊക്കെ കൊടുത്ത പോലെ ഈ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കുന്നു, ദിസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ എന്താണ് ടോസ്റ്റ് ചെയ്യേണ്ടത്, ഇതിൽ വരുന്ന പാസ് ചെയ്യുന്ന മെസ്സേജാണ്. ആ മെസ്സേജ് ആ സ്ട്രിങ്ങിലേക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ല ആ മെസ്സേജ് എന്ന് പറയുന്ന ആ വേരിയബിളിലേക്ക് കിട്ടിയിട്ടുണ്ടാവും, അതിവിടെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ അടുത്ത എന്താണ്, എത്ര ഡ്യൂറേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതിന് നമ്മൾ കൊടുക്കുക എന്താണ്, ടോസ്റ്റ് ഡോട്ട് ലെങ്ത്, തൽക്കാലം ലെങ്ത് ലോങ് കൊടുക്കുന്നു. ദെൻ പുറത്ത് എന്ത്, ഡോട്ട് ഷോ സെമി കോളൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാം. നിങ്ങൾ നോക്കി നോക്കി, ആകെ കുറഞ്ഞ കോഡല്ലേ ഉള്ളൂ, കുറഞ്ഞ സാധനം പഠിക്കാനുള്ളൂ. അപ്പോൾ നന്നായി പഠിക്കാം. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ജെൻഡർ എന്ന് പറയുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. യെസ്, ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ ഫീമെയിൽ നമ്മൾ സെലക്ട് ചെയ്താൽ സെലക്റ്റഡ് ജെൻഡർ ഫീമെയിൽ എന്ന് കാണിക്കും. മെയിൽ സെലക്ട് ചെയ്താൽ സെലക്റ്റഡ് ജെൻഡർ മെയിൽ എന്ന് കാണിക്കും. അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, താങ്ക് യു.